ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ 2 സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്രൈ ചെയ്തതും ഒരു ബേക്ക് ചെയ്ത സ്നാക്സ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ലുക്കൈമാത്ത്. അപ്പോൾ ഞാനിവിടെ ചീസി ലുക്കൈമാത്താണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ലുക്കൈമാത്തിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ 1/3 കപ്പ് പഞ്ചസാരയും 1/3 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. രണ്ടും ഈക്വൽ പോർഷനിലായിരിക്കണം എടുക്കേണ്ടത്. അതിലേക്കൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ഒരു പിഞ്ച് സാഫ്രോൺ, അതൊരു മണത്തിന് വേണ്ടിയിട്ട് ഇട്ടതാണ്, നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ ക്യാൻഡി ആയിട്ട് മാറും. അതുകൊണ്ട് ഓവർ കുക്ക് ചെയ്യരുത്. പിന്നെ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തണുക്കാൻ വെക്കണം. നമുക്ക് ലുക്കൈമാത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അത് കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയിരിക്കണം. ഇത് ചൂട് മാറുമ്പോഴത്തേക്കും ഒരു കോൺ സിറപ്പിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി ആയിട്ട് വരും, കുറച്ച് തിക്കായിട്ട് വരും. ഇപ്പോൾ ലുക്കൈമാത്തിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം എല്ലാം ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ബാറ്റർ ആക്കി എടുക്കാം നമുക്ക്. വെള്ളം കൂടിപ്പോയിട്ട് ബാറ്റർ ലൂസ് ആകരുത് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ബാറ്റർ ഒരു കിച്ചൺ ടവൽ യൂസ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് 1.5 മുതൽ 2 മണിക്കൂർ വരെ ഒരു വാം ആയിട്ടുള്ള സ്ഥലത്ത് വെക്കാം. പിന്നെ നമുക്ക് ചീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ട്രയാങ്കിൾ ചീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ചീസ് ഇല്ലാതെ നിങ്ങൾക്ക് ലുക്കൈമാത്ത് ഉണ്ടാക്കാം, പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വിത്ത് ചീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നമുക്കൊരു പാത്രത്തിൽ ചൂടാക്കണം. അപ്പം ഞാനൊന്ന് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ അധികം കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ചീസ് എടുത്ത് ബാറ്റർ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ചീസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവറാണ് കേട്ടോ. പിന്നെ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലുക്കൈമാത്ത് പുറത്ത് പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് അകത്ത് കുക്കാവാതിരിക്കും. ഇതിൻ്റെ എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഇതുപോലെ ബാക്കിയുള്ള ബാറ്റർ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചീസി ലുക്കൈമാത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എള്ള് കൂടെ ഒന്ന് മേലെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ സെക്കൻഡ് റെസിപ്പി ഹോം മെയ്ഡ് പഫ് പാസ്ട്രി യൂസ് ചെയ്തിട്ട് വെജിറ്റബിൾ ആൻഡ് ചിക്കൻ പോക്കറ്റ്സാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഫ് പാസ്ട്രി ആണെങ്കിൽ അതിൽ ഒരുപാട് മാർഗറിനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. മാർഗറിൻ ഹൈലി പ്രോസസ്ഡ് ആയത് കാരണം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ എടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 150 ഗ്രാം ബട്ടറും കൂടെ എടുത്തിട്ടുണ്ട്, അതും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബട്ടർ ഒന്നും മൈദയിലേക്ക് ചിരണ്ടിയിട്ട് കൊടുക്കാം.
അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തണുത്തതായിരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബട്ടർ മൈദ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാ സ്ഥലത്തും ബട്ടർ ഒരുപോലെ എത്തുള്ളൂ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കൈയോടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയത്ത് നമുക്ക് ഒരു മുട്ട ബൗളിലേക്ക് എടുത്തിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ വിനേഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഞാനൊരു 1/2 കപ്പ് മെഷറിംഗ് കപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കപ്പ് ഒന്ന് ഫുള്ളാവുന്നത് വരെ തണുത്ത വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത വെള്ളമായിരിക്കണം. എന്നിട്ട് നമ്മുടെ ബട്ടർ മൈദ മിക്സ്ചറിലേക്ക് സെൻറ്ററിൽ ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് കുഴച്ചെടുക്കരുത്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്താൽ മാത്രം മതി. ബട്ടറിൻ്റെ ചെറിയ ചെറിയ പീസസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് ഒരു പാർച്ച്മെൻറ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിവിടെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം ഈ ഡോ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് 1 മാസം വരെ ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും 2 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ സോയാ സോസും പിന്നെ 1 ടീസ്പൂൺ വിനേഗറും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് ക്യാബേജ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് സ്പ്രിംഗ് ഓണിയനും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് കൂടെ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം അത് വരും. എന്നിട്ട് ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ആയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ സെയിം പാനിൽ തന്നെ 2 ടീസ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓനിയനും ക്യാബേജും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ ലാസ്റ്റിലൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്തിട്ട് ഈ ഫില്ലിംഗ് ഉണ്ടാക്കുക, അത് നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പോക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഡോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി പോർഷൻ എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ തിരിച്ചു വെക്കുകയാണ്. അതല്ലെങ്കിൽ ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയിട്ട് അത് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ സിലിക്കൺ മാറ്റ് യൂസ് ചെയ്ത കാരണം വളരെ കുറച്ച് മൈദ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് മൈദ ഇട്ടിട്ട് അധികം തിക്കല്ലാതെ നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ ടോപ്പോ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷനും ഞാൻ ഫ്രിഡ്ജിൽ തന്നെ തിരിച്ചു വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച 1 ടീസ്പൂൺ ഫില്ലിംഗ് എടുത്ത് നമുക്കതിൽ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പാറ്റേൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാ ഡോ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ പോക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം.
അതിൻ്റെ മേലെ ഒരു എഗ് വാഷും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബേക്കിംഗ് ട്രേയിൽ പാർച്ച്മെൻറ്റ് പേപ്പറും കൂടെ വിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ആവശ്യമുള്ള മീറ്റ് പോക്കറ്റ്സ് മാത്രം ഈ ട്രേയിൽ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബീറ്റ് ചെയ്ത മുട്ട നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മേലെ. എന്നിട്ട് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു പീസ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇവിടെ. നന്നായി ചൂടായ ഓയിലിൽ ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു ട്രേയിൽ സിലിക്കോൺ മാറ്റ് വിരിച്ചിട്ട് ഞാനത് വിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്യാവുന്ന വരെ ഫ്രീസ് ചെയ്തെടുക്കുക. അത് തണുത്ത ഐസായി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ സിപ്പർ ലോക്ക് ബാഗിലോ ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം. പിന്നെ അത് ബേക്ക് ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ഫ്രീസറിൽ നിന്ന് എടുത്ത് നമുക്ക് ബേക്കിംഗ് ട്രേയിൽ വെച്ച് ജസ്റ്റ് ബേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ ഐസ് പോകാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നോക്കിയേ, നല്ല ഫ്ലേക്കി ആയിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് ചെയ്തെടുക്കാം. അതല്ല, ഈ സെയിം ഫില്ലിങ് തന്നെ നിങ്ങൾക്ക് സമൂസ ഷീറ്റിലോ അല്ലെങ്കിൽ സ്പ്രിംഗ് റോൾ ഷീറ്റോ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ 2 റെസിപ്പീസും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഉണ്ടാക്കിയിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നാദീസ് കുലിനറി ജേണി ഒന്ന് ടാഗ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പീസായിട്ട് കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ.